ഹലോ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി ഇൻഫർമേഷനാണ്. കാരണം നിങ്ങളെല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, സാർ ഈ ഒരു ആപ്പ് RBI അപ്രൂവ്ഡ് ആണോ, പെട്ടെന്ന് തന്നെ ലോൺ കിട്ടുന്നുണ്ടോ, എനിക്ക് സിബിൽ 600 ഉള്ളൂ അല്ലെങ്കിൽ 650 ഉള്ളൂ, നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്യുന്ന താമസം ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ലോൺ കിട്ടുന്നു. അപ്പോൾ ചില ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട്, സാർ ഇത് RBI അപ്രൂവ്ഡ് ആപ്ലിക്കേഷൻ ആണോ, അല്ലെങ്കിൽ എനിക്ക് ഇതിൽ നിന്ന് ഹരാസ്മെൻറ്റ് വരുമോ, ഞാൻ ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് എൻക്വയറീസ് എനിക്കിങ്ങനെ വരികയാണ്. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ രണ്ട് ആപ്ലിക്കേഷനും RBI അപ്രൂവ്ഡ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിൽ നിന്ന് ലോൺ എടുത്തിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ തിരിച്ചടയ്ക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിബിൽ സ്കോറിൽ ഏറ്റക്കുറവുകൾ വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഞാൻ ആപ്പിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരാം. പിന്നെ ഇതിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് സാലറി സ്ലിപ്പോ ഇൻകം പ്രൂഫോ ITR ഒന്നും തന്നെ വേണ്ട. എൻ്റെ എക്സ്പീരിയൻസിൽ, അതായത് ആസ് പെർ മൈ എക്സ്പീരിയൻസ്, ഒരു 620 സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലോൺ കിട്ടും. അത് ആദ്യമേ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ചെയ്തായിരിക്കാം. നിങ്ങളുടെ ട്രാൻസാക്ഷൻസ് കൂടുതലാണെങ്കിൽ, അതായത് ആവറേജ് ബാങ്കിങ് ബാലൻസ് എന്നാണ് ബാങ്കിൽ പറയുന്നത്, ABB എന്ന് പറയും. ഇതൊക്കെ നിങ്ങളുടെ ആ ഒരു കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 10,000, 20,000, 25,000 ഇതേപോലെ നിങ്ങൾക്ക് ലോൺ കിട്ടും. സാധാരണ ഈ സാലറി സ്ലിപ്പും ഇൻകം പ്രൂഫും ഇല്ലാത്ത ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ NBFC ബാങ്കുകൾ നിങ്ങൾക്ക് ലോൺ തരുന്നത് നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് ബേസിലായിരിക്കും. സിബിൽ സ്കോർ ഓക്കെ, അതൊരു സൈഡിൽ നിൽക്കട്ടെ. പിന്നെ നിങ്ങളുടെ ആവറേജ് ബാങ്കിങ് ബാലൻസ് നോക്കും. അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 1-ാം തീയതി, അതുപോലെ തന്നെ 4-ാം തീയതി, 7-ാം തീയതി, 21-ാം തീയതി, അങ്ങനെ ഓരോ ഡേറ്റിലും എടുത്തിട്ട് ആ ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും അങ്ങനെ ചില ബാങ്കുകൾ നോക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോൺ കിട്ടും. പക്ഷേ ഈ ഒരു ആപ്പ് അങ്ങനെയല്ല. നിങ്ങൾക്ക് ഒരുവിധം ബാങ്കിങ്, അതായത് ഇപ്പോൾ ഒരു മാസം എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കിപ്പോൾ ഒരു 5,000 രൂപ അല്ലെങ്കിൽ 2,000 രൂപയാണ് നിങ്ങളുടെ ബാങ്കിങ് ബാലൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ബാങ്കിങ് ബാലൻസ്, അതായത് അവർ തിരിച്ചടയ്ക്കുമെന്ന് അവർക്ക് അറിയണം. ഓക്കെ, ആ രീതിയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലോൺ കിട്ടും. ഞാൻ ചെക്ക് ചെയ്ത് നോക്കി, എനിക്ക് ലോൺ കിട്ടിയായിരുന്നു. അപ്പോൾ വളരെ നല്ല ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് ഒരുവിധം ഒരു 20-30% ആൾക്കാർക്ക് അറിയാൻ പറ്റും. കൂടുതൽ ആൾക്കാരും എന്നോട് ചോദിക്കുന്നത്, ഇത് എന്താ പറയുന്നത്, ഇത് ഫേക്കാണോ അല്ലെങ്കിൽ വ്യാജനാണോ എന്ന് പറഞ്ഞാൽ ഞാൻ അടയ്ക്കണ്ടയോ? അപ്പോഴാണ് ഞാൻ പറയുന്നത്, ഇത് വ്യാജനല്ല, RBI അപ്രൂവ്ഡ് ആപ്ലിക്കേഷനാണ്. അടച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും എന്താ പറയുക സിബിൽ സ്കോർ കുറയും. പിന്നെ ഒരു കാരണവശാൽ നിങ്ങൾക്കൊരു 2-3 വർഷം കഴിയാതെ ലോൺ കിട്ടത്തില്ല. അപ്പോൾ എടുത്തെങ്കിൽ അടയ്ക്കുക എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത് വരുന്ന ആപ്ലിക്കേഷനാണ് ഫതക് പേ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് എനിക്ക് ഏകദേശം 6,000 രൂപ കിട്ടി. വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ പേര് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ചിലപ്പോൾ ഉഡായിപ്പ് ആപ്ലിക്കേഷനാണ്, ഫേക്ക് ആപ്ലിക്കേഷൻ എന്ന് വിചാരിക്കും. പക്ഷേ ഇത് വളരെ നല്ല രീതിയിൽ ലോൺ കൊടുക്കുന്ന ഒരു RBI അപ്രൂവ്ഡ് ആപ്ലിക്കേഷനാണ്. അടുത്തൊരു ആപ്ലിക്കേഷനാണ് റുപ്പി റെഡി എന്നൊരു ആപ്ലിക്കേഷൻ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു എന്താ പറയുന്ന ഒരു ഫേക്ക് ആപ്പിനെ പോലെ ഫീൽ ചെയ്യും. ആ ഒരു പേര് കേൾക്കുന്ന സമയത്ത്. ഇപ്പോൾ നമ്മൾ ക്രെഡിറ്റ് ബി, ട്രൂ ബാലൻസ്, ബ്രാഞ്ച്, നാവി, അങ്ങനെ കുറേ ആപ്ലിക്കേഷൻ കേൾക്കുമ്പോൾ അതൊക്കെ ഒരു എന്താ പറയുക നമ്മുടെ മനസ്സിലൊരു സ്ട്രൈക്ക് ചെയ്യുന്ന പേരാണ്, ഒരു NBFCയുടെ പേരാണ്. പക്ഷേ ഒരു റുപ്പി റെഡി, ഫതക് പേ എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് അത് നമ്മുടെ ആ ഒരു മാനസിക സ്ഥിതി അങ്ങനെ ആയതുകൊണ്ടാണ്. പക്ഷേ ഈ രണ്ട് ആപ്പുകളും ഫേക്ക് ആപ്പ് അല്ല, ഇത് RBI അപ്രൂവ്ഡ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ റുപ്പി റെഡിയിൽ നിന്ന് എനിക്ക് 5,238 രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ലോൺ ഡീറ്റെയിൽസാണ് അവിടെ കാണുന്നത്. ഇത് കുറച്ചൊരു ഇൻട്രസ്റ്റ് കൂടുതലാണ്, ഞാൻ പറഞ്ഞു തരാം. 30 ദിവസത്തേക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എനിക്ക് 4,000 രൂപയാണ് ഡിസ്ബസ് ആയിരിക്കുന്നത്. റീപേയ്മെൻറ്റ് എമൗണ്ട് 5,238 രൂപയാണ് ഇവിടെ റീപേയ്മെൻറ്റ് എമൗണ്ടാണ് കാണിക്കുന്നത്. അതിൻ്റെ ഷെഡ്യൂളും കാര്യങ്ങളും എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ ലോൺ അഗ്രിമെൻറ്റ്, സാങ്ഷൻ ലെറ്റർ, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോൺ റീപേയ്മെൻറ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് പോകാം. നിങ്ങൾക്ക് UPI ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് ആപ്ലിക്കേഷൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇതിൽ നിന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ റിമൈൻഡ് ചെയ്തിരിക്കുകയാണ്. എന്നെ ഒരുപാട് പേര് വിളിച്ച് ചോദിച്ചിരിക്കുന്നതാണ്, സാർ ഇതിൽ നിന്ന് എടുത്തു, എന്നെ അവർ വിളിക്കുന്നുണ്ട്, തെറി വിളിക്കുന്നു അല്ലെങ്കിൽ ഹരാസ് ചെയ്യുന്നല്ല പറയുന്നത്, എന്നെ അവർ വിളിക്കുന്നുണ്ട്. കാരണം അവർ വിളിക്കും, അവരുടെ ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ NBFCയിൽ നിന്ന് ലോൺ എടുക്കുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും വിളിക്കും. നിങ്ങൾ തെറിയൊന്നും വിളിക്കില്ല, ചിലപ്പോൾ റൂഡായിട്ട് പെരുമാറി. ഈ ബജാജ് ഫിനാൻസിൽ നിന്നൊക്കെ നിങ്ങൾ വിളിക്കുന്ന സമയം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് ബജാജ് ഫിനാൻസിൻ്റെ കോൾ റെക്കോർഡിംഗ്, അവരുടെ ഏജൻറ്റ് അവരെ വിളിക്കുന്നു. കാരണം ബജാജും RBI അപ്രൂവ്ഡ് ആണല്ലോ. അപ്പോൾ അതുപോലെ ഇവരും നിങ്ങളെ റൂഡായിട്ട് ചിലപ്പോൾ വിളിക്കും. അങ്ങനെ തെറിയൊന്നും വിളിക്കില്ല. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എടുക്കണം. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും എടുത്തെങ്കിൽ അടയ്ക്കണം. അടച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിലോട്ടുള്ള നിങ്ങളുടെ ആ ഒരു ഫിനാൻഷ്യൽ ജേർണി സ്റ്റോപ്പ് ആകും. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് ലോൺ എടുത്താലേ പറ്റുള്ളൂ, ഏതെങ്കിലും തരത്തിലുള്ള ലോണ്. അപ്പോൾ അത് നിങ്ങളുടെ മുന്നിലൊരു ചോദ്യചിഹ്നമാകും. അപ്പോൾ അങ്ങനെ വരുത്തരുത്. നിങ്ങൾ തീർച്ചയായിട്ടും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ RBI
അപ്രൂവ്ഡ് ആപ്പിൽ നിന്ന് അടയ്ക്കണം. ഓക്കെ, പിന്നെ ഫേക്ക് ആപ്പിൽ നിന്ന് എടുത്ത് അടയ്ക്കുകയോ അടയ്ക്കാതിരിക്കുകയോ ചെയ്യുന്ന നിങ്ങളുടെ ഇഷ്ടം. അതിൽ ഞാൻ ഇൻ്റർഫിയർ ചെയ്യുന്നില്ല. ഞാൻ അടയ്ക്കില്ല. ഫേക്ക് ലോൺ ആപ്പിൽ നിന്ന് ഞാൻ ലോൺ എടുക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അടയ്ക്കില്ല. അത് നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.